Hi friends, once again, welcome back to EduTutor. MEG 10 ബ്ലോക്ക് 1 ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബ്ലോക്ക് 2 യൂണിറ്റ് 1 ആണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് സം ഓഫ് ദ സർക്കംസ്റ്റാൻസസ് that led to the emergence of English writings by Indians. ഇന്ത്യൻസ് ഇംഗ്ലീഷിൽ എഴുതാനായിട്ടുണ്ടായ സാഹചര്യങ്ങളെ കുറിച്ചിട്ട് വിശദീകരിക്കാനായിട്ടാണ് പറയുന്നത്. ദി എമർജൻസ് ഓഫ് ഇംഗ്ലീഷ് റൈറ്റിംഗ്സ് ബൈ ഇന്ത്യൻസ് ക്യാൻ ബി അട്രിബ്യൂട്ടഡ് to several circumstances that unfolded during the British colonial era in India. According to N. Krishnamurti and Archana S. Bode, the history of English in India can be divided into 5 phases, with the phase between 1813 and 1857 being particularly significant for the rise of Indian English writing. 1813 മുതൽ 1857 വരെയുള്ള കാലഘട്ടം ബ്രിട്ടീഷേഴ്സ് ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച ഒരു സമയമാണിത്. ഇവിടെ ഇംഗ്ലീഷ് എങ്ങനെയാണ് ഇന്ത്യൻസ് എഴുതാൻ സ്റ്റാർട്ട് ചെയ്തത്, ഈ ഒരു കാര്യങ്ങളെ 5 ഫേസസ് ആയിട്ട് തരംതിരിക്കാമെന്നാണ് പറയുന്നത്. നമുക്കതിലോട്ട് കടക്കാം. One of the key factors that led to the emergence of English writings by Indians was the East India Company's increasing involvement in Indian education. The company's renewal of its charter in 1813 marked a significant shift in its approach as it began to take on a more active role in promoting education among Indians. The establishment of colleges in Calcutta, Pune, Delhi, and Agra, which initially focused on Oriental learning, laid the groundwork for the eventual introduction of English language and literature education. ഇന്ത്യയിൽ ഇംഗ്ലീഷ് ആധിപത്യം സ്ഥാപിച്ചതിന് ശേഷം മെയിനായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് അവർ ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി ആയിരുന്നു. 1813 ഈ ഒരു കമ്പനി ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ഇവിടെ ധാരാളം സ്കൂൾസ്, യൂണിവേഴ്സിറ്റീസൊക്കെ ബിഗാൻ ചെയ്തത്. യൂണിവേഴ്സിറ്റി മീൻസ് സ്കൂൾസ്, കോളേജസ് ഇതെല്ലാം എസ്റ്റാബ്ലിഷ്ഡായി. അവരുടെ ഉദ്ദേശമെന്ന് പറയുന്നത് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ പ്രൊമോട്ട് ചെയ്യുക എന്നത് തന്നെയായിരുന്നു. അത് മുഖേന അവർക്ക് കുറേ നേട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ ഈ ഒരു എഡ്യൂക്കേഷൻ ബേസ് ആയിട്ടായിരുന്നു ശരിക്കും ഇന്ത്യയിൽ ഇംഗ്ലീഷിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇംഗ്ലീഷ് റൈറ്റേഴ്സ് ഉദ്ഭവിക്കാൻ തുടങ്ങി. മീൻസ് അവരുടെ ഒരു ആരംഭം. The adoption of Thomas Babington Macaulay's Minute on Education in 1835 was a pivotal moment in this process. Macaulay's Minute recommended that Britain officially support English education in India and withdraw support for Arabic and Sanskrit education. This led to English becoming the language of administration and judiciary in India and created opportunities for Indians to access English education. 1835 വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ്. ഇവിടെ ബ്രിട്ടീഷേഴ്സിലെ അല്ലെങ്കിൽ യൂറോപ്യൻസിൻ്റെ പ്രോമിനൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി മാക്കുലെ അദ്ദേഹത്തിൻ്റെ മിനിറ്റ് ഓൺ എഡ്യൂക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു സമയമാണ്. അതിൽ കൃത്യമായിട്ട് വിവരിക്കുന്നുണ്ട് അല്ലെങ്കിൽ പറയുന്നുണ്ട്, ബ്രിട്ടൻ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ ഓൾറെഡി ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇതേ സമയം എന്തായിരുന്നു, നമ്മുടെ ഇന്ത്യയിലെ അറബിക്, സാൻസ്ക്രിത് എന്നീ ലാംഗ്വേജസിൻ്റെ പ്രാധാന്യം കുറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരതിനെ സപ്പോർട്ട് ചെയ്തില്ല, അതിനെ പ്രൊമോട്ട് ചെയ്തില്ല. മറിച്ച് അതിന് പകരമായിട്ട് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇത് മുഖേന ഇന്ത്യയിലെ ജുഡീഷ്യറി ലെവലിലായാലും അഡ്മിനിസ്ട്രേഷൻ ലെവലിലായാലും അങ്ങനെ എല്ലാ പ്രയോറിറ്റീസ് നമുക്ക് ലഭിക്കുന്നതിലും ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ്റെ ഒരു പ്രാധാന്യം അവിടെ നിന്ന് കണ്ടു തുടങ്ങിയിരുന്നു. ധാരാളം ഓപ്പർച്യൂണിറ്റീസ് നൽകുന്ന ഒരു മേഖലയാണ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എന്ന് വരുത്തി തീർക്കാനായിരുന്നു ഇവരുടെ ഒരു പ്ലാൻ, അല്ലെങ്കിൽ അവരുടെ ഒരു അജണ്ട തന്നെയായിരുന്നു അത്.
The introduction of English education had a profound impact on Indian society. It led to the emergence of a new class of English educated Indians who were equipped with the skills and knowledge necessary to participate in the colonial administration. This in turn created a demand for English language publications, including newspapers and journals, which became a platform for Indians to express themselves in English. യൂറോപ്യൻസ് എന്താ ചെയ്തത്? ഇവിടെ ഇന്ത്യയിലെ എല്ലാവരെയും ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ പഠിപ്പിക്കുകയല്ല ചെയ്തത്, മറിച്ച് ഇന്ത്യയിൽ ഒരു വിഭാഗം ജനങ്ങളെ അവർ മാറ്റിയെടുത്ത് ആ ഒരു വിഭാഗം ആൾക്കാർക്ക് വേണ്ടി മാത്രം, അല്ലെങ്കിൽ അവരെ മാത്രം ഇംഗ്ലീഷ് എഡ്യൂക്കേഷനും ഇംഗ്ലീഷ് കൾച്ചറിനും ഒരു ഭാഗമാക്കി മാറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇന്ത്യനെ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു ക്ലാസ് ഓഫ് പീപ്പിൾ അവർ എഡ്യൂക്കേറ്റഡ് ചെയ്ത യൂറോപ്യൻ കൾച്ചർ പഠിപ്പിച്ച ആ വിഭാഗം ആൾക്കാർക്ക് അവർ കൂടുതൽ അഡ്മിനിസ്ട്രേഷൻ ലെവൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തിരുന്നു. അങ്ങനെ ഇന്ത്യൻസിൻ്റെ മേലെ തന്നെ ഒരു അഡ്മിനിസ്ട്രേഷൻ ലെവലിലേക്ക് ഉയർത്തപ്പെട്ട മറ്റൊരു വിഭാഗം ഇന്ത്യൻസാണ് ഇവർ കരുവാക്കി മാറ്റിയിരുന്നത്. മീൻസ് അവർക്ക് കുറേ പ്ലാൻസ് ഉണ്ടായിരുന്നു, അവരുടെ നേട്ടങ്ങൾക്കായിട്ടാണ് ഇതൊക്കെ ചെയ്തിരുന്നത്. ഇത് മുഖേന ഇംഗ്ലീഷ് പ്രസ് ആരംഭിച്ചു. അങ്ങനെ അവിടെ പ്രസിദ്ധീകരണങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. എസ്പെഷ്യലി കുറേ മാഗസീൻസ്, ജേർണൽസ്, ന്യൂസ് പേപ്പേഴ്സ് ഇതെല്ലാം തന്നെ അവിടെ പ്രസ്സിൽ പ്രിൻ്റ് അടിക്കാൻ തുടങ്ങി. അങ്ങനെ ഇംഗ്ലീഷിനെ വളർത്തിയെടുക്കാനുള്ള ചെറിയൊരു പ്ലാറ്റ്ഫോമായിട്ട് മാറിയിരുന്നു ഇന്ത്യ. The establishment of universities in Calcutta, Bombay and Madras in 1857 further solidified the role of English education in India. English-educated Indians began to produce their own writings in English, including journalistic communication and freelance compositions. These early writings were often published in English print media and marked the beginning of Indian English literature. ഇവിടെ 1857 അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം ആയപ്പോഴത്തേക്ക് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ധാരാളം വ്യാപിച്ചിരുന്നു. യൂറോപ്യൻസ് മദ്രാസ്, ബോംബെ, കാൽക്കട്ട എന്നീ സ്ഥലങ്ങളിലൊക്കെ യൂണിവേഴ്സിറ്റീസ് സ്റ്റാർട്ട് ചെയ്തു. അത് ഇംഗ്ലീഷ് പ്രൊമോട്ട് ചെയ്യാനായിട്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇന്ത്യൻസ് തന്നെ എന്ത് ചെയ്തിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ്വന്തമായിട്ട് ഇംഗ്ലീഷിൽ എഴുതാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അവരുടെ എഴുത്തൊക്കെ അല്ലെങ്കിൽ അവരുടെ റൈറ്റിങ്സ് എല്ലാം തന്നെ ഇംഗ്ലീഷ് പ്രസ്സിൽ തന്നെയായിരുന്നു, അല്ലെങ്കിൽ അവരുടെ പ്രിൻ്റ് മീഡിയയിൽ തന്നെയായിരുന്നു പ്രസിദ്ധീകരിച്ചിരുന്നത്. ഓക്കെ, പിന്നെ ഈ ഒരു ഇംഗ്ലീഷ് മുഖേന ഇത് കമ്മ്യൂണിക്കേഷൻ ലെവലിൽ ഫ്രീലാൻസ് കോമ്പോസിഷൻസിനെല്ലാം തന്നെ ഇന്ത്യൻസ് യൂസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. The role of Indian writers like Rajaram Mohan Roy, who is considered one of the pioneers of Indian English writing, was instrumental in shaping the trajectory of Indian English literature. Roy's writings, including his tract on a defense of Hinduism, demonstrate the potential of English as a medium for Indian writers to express themselves and engage with global ideas. Indian English ലിറ്ററേച്ചർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹിസ്റ്ററിയൊക്കെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് രാജാറാം മോഹൻ റോയിയാണ്. അദ്ദേഹമായിരുന്നു ആദ്യമായിട്ട് ഇംഗ്ലീഷിൽ എഴുതാനായിട്ട്, ഇന്ത്യയിൽ നിന്നും ഇംഗ്ലീഷിൽ എഴുതാനായിട്ട്, ലിറ്ററേച്ചർ എഴുതാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത വ്യക്തി. ഇദ്ദേഹത്തിൻ്റെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് അന്ന് സതി പോലെയുള്ള ധാരാളം സൂപ്പർസ്റ്റിഷൻസ് നിലനിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വൈപ്പ് അവേ ചെയ്യാനായിട്ട്, എല്ലാം തുടച്ചു നീക്കാനായിട്ട് ശ്രമിച്ചിരുന്ന ഒരു വ്യക്തിത്വമാണ് ഇദ്ദേഹത്തിൻ്റേത്. അപ്പോൾ സോഷ്യൽ റീഫോമർ ആയിരുന്നു ശരിക്കും രാജാറാം മോഹൻ റോയ്. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷ അല്ലെങ്കിൽ അവരുടെ കൾച്ചർ അഡോപ്റ്റ് ചെയ്യുന്നത് മുഖേന ധാരാളം ഗുണങ്ങൾ ഇന്ത്യയിലെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, ഇന്ത്യയിലെ സൂപ്പർസ്റ്റിഷൻസൊക്കെ നീക്കം ചെയ്യാനായിട്ട് ഉപയോഗിക്കാം എന്ന് കരുതിയ ഒരു വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആദ്യമായിട്ട് ഇംഗ്ലീഷിൽ എഴുതാനായിട്ടും ഇംഗ്ലീഷിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടും സ്റ്റാർട്ട് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഒരു എടുത്തു പറയാനുള്ള ഒരു റൈറ്റിംഗ് ആണ് ഡിഫെൻസ് ഓഫ് ഹിന്ദുയിസം. The circumstances that led to the emergence of English writing by Indians were complex and multifaceted. They involved the interplay of colonial policies, educational initiatives, and the agency of Indian writers who saw the potential of English as a medium of
medium for self-expression and social change. As Indian English writing continued to evolve, it would go on to play a significant role in shaping India's cultural and literary landscape. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വരാനും ഇംഗ്ലീഷിൽ എഴുതാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് വ്യക്തമാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തിലൊന്നും നമുക്ക് നിൽക്കില്ല. അതൊരു പ്രോസസ്സാണ്. വളരെയധികം ഘടകങ്ങൾ, കുറേയധികം കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിൽ നമുക്ക് എടുത്തു പറയാനായിട്ടുള്ളതാണ് കൊളോണിയൽ പോളിസീസ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ലെവലിൽ ഇംഗ്ലീഷിൻ്റെ ഒരു ഉപയോഗം, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ ഇംഗ്ലീഷ് റൈറ്റേഴ്സ്, ഇന്ത്യയിലെ ഇന്ത്യൻസ് തന്നെ ഇംഗ്ലീഷിൽ എഴുതാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത്, എസ്പെഷ്യലി രാജാറാം മോഹൻ റോയ്. അത് നമ്മളുടെ നേട്ടങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മളുടെ ഒരു പ്രോഗ്രസ്സിന് വേണ്ടി തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് റൈറ്റിങ്സ് എന്ന് പറയുന്നത് ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇന്നും ഇത് നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. ഇതെല്ലാം തന്നെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ കൾച്ചറും ഇന്ത്യയുടെ ഒരു പ്രോഗ്രസ്സിനും ഇന്ത്യയുടെ ഒരു ഐഡൻറ്റിറ്റിക്കൊക്കെ വേണ്ടി തന്നെയാണ്. The early Indian English writers faced several challenges, including the need to adapt to a new language and literary tradition. However, they also saw opportunities for self-expression and social commentary. The urban phenomenon of Indian English writing, which emerged in cities like Calcutta, Bombay, and Madras, would eventually spread to other parts of the country. ഇന്ത്യയിലെ ഈ കാലഘട്ടത്തിലൊക്കെ ജീവിച്ചിരുന്ന വ്യക്തികൾ അവർ കടന്നുപോയ ഒരു ഒരു ഇര എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. കാരണം ഇംഗ്ലീഷ് ആദ്യമായിട്ട് കേൾക്കുന്ന വ്യക്തികളായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം നേറ്റീവ് ലാംഗ്വേജ് മാത്രം കേട്ടുകൊണ്ടിരുന്ന ഈ വ്യക്തികൾ ഇംഗ്ലീഷ് എന്നൊരു പുതിയ ലാംഗ്വേജ് കേൾക്കുകയും അത് അഡോപ്റ്റ് ചെയ്യുകയും അത് പഠിച്ചെടുത്ത് ആ ഒരു ഭാഷയിൽ തന്നെ ലിറ്ററേച്ചർ എഴുതാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത, പുസ്തകങ്ങൾ എഴുതാൻ, മാഗസിൻസ് എഴുതാനൊക്കെ സ്റ്റാർട്ട് ചെയ്ത വ്യക്തികളാണ് നമ്മുടെ പൈനിയർ ഇന്ത്യൻസ്. സോ ലെറ്റ്സ് ബി പ്രൗഡ് ഓഫ് ദം. ഓക്കെ, അപ്പോൾ ഒത്തിരി സെൽഫ് എക്സ്പ്രഷൻ ചെയ്യാനായിട്ട് സാധിച്ചിരുന്ന അല്ലെങ്കിൽ കുറേ അവസരങ്ങൾ ലഭിച്ചിരുന്ന വ്യക്തികളും കൂടിയാണ് അവർ. ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു, അത് ഞാനിവിടെ എടുത്ത് പറയുന്നില്ല. ഓക്കെ, ഇനി ഈ ഒരു ഇംഗ്ലീഷ് റൈറ്റിംഗ് എന്ന് പറയുന്നത് അതിൻ്റെയൊക്കെ ആവശ്യകത നമ്മളുടെ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ഉദ്ഭവം കൽക്കറ്റ, ബോംബെ, മദ്രാസ് എന്നീ സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു. പിന്നീടാണ് ഇത് മറ്റുള്ള കൺട്രീസിൽ പോലും സ്പ്രെഡായി തുടങ്ങിയത്. ഇവിടെ ഒരു ഇൻഡിപെൻഡൻസ് സ്ട്രഗിളിൻ്റെ കാലഘട്ടം തന്നെയാണത്. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഈ സമയത്താണ് വളർന്നു വരാനും തുടങ്ങിയത്. രാജാറാം മോഹൻ റോയെ പോലെയുള്ള പൈനിയേഴ്സ്, അവരൊക്കെ ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റേഴ്സ്, അവർ ബോത്ത് സൈഡായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളോണിയലിസത്തിന് അല്ലെങ്കിൽ ബ്രിട്ടീഷേഴ്സിനെ കംപ്ലീറ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്തിരുന്ന വ്യക്തികൾ തന്നെയായിരുന്നു ഇവർ. എന്തിനായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷേഴ്സിൻ്റെ റൂളിനെ അല്ല, പകരം അവരുടെ ഒരു ആധിപത്യം ഇന്ത്യയിൽ സ്ഥാപിക്കുന്നതിന് എതിരായിരുന്നു രാജാറാം മോഹൻ റോയ്. അതേസമയം അവരുടെ ഭാഷ, അവരുടെ കൾച്ചറെല്ലാം അഡോപ്റ്റ് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വ്യക്തിത്വമാണ് രാജാറാം മോഹൻ റോയ്. അപ്പോൾ ഇങ്ങനെ ഒത്തിരി ആൾക്കാരുടെ ഒരു പിന്തുണ കാരണം കൊണ്ട് തന്നെയാണ് ഇന്ത്യയിലൊരു വലിയ മാറ്റത്തിൻ്റെ കാലഘട്ടമായിട്ട് പിന്നീട് ഇന്ത്യ മാറിയതും ഇംഗ്ലീഷ് അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങിയതും. In conclusion, the emergence of English writings by Indians was a result of the complex interplay of colonial policies, educational initiatives, and the agency of Indian writers. The early Indian English writers, who were largely upper-class and caste people, paved the way for future generations of writers who would use English as a medium for self-expression and social change. As Indian English literature continues to thrive, it is essential to recognize its complex history and the circumstances that led to its emergence. കൺക്ലൂഷൻ പാർട്ടിലോട്ട് വരുമ്പോൾ ഇംഗ്ലീഷ് റൈറ്റിങ്സിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. അത് ഇംഗ്ലീഷ് ഇന്ത്യയിലോട്ട് വരാനായിട്ടുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ അതിന് നമ്മൾ എങ്ങനെയാണ് ഉയർത്തി കാണിച്ചത്, അതിൻ്റെ സർക്കംസ്റ്റാൻസസ് ആണ് പറയുന്നത്. അതിൽ നമ്മൾ കണ്ടുവന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് കൊളോണിയലിസം, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ്റെ ഒരു പ്രാധാന്യം, പിന്നെ ഇന്ത്യൻ റൈറ്റേഴ്സ് തന്നെ എഡ്യൂക്കേഷനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ എടുത്തു പറയാനായിട്ട് രാജാറാം മോഹൻ റോയെ പോലെയുള്ള കുറേ അധികം
ഇന്ത്യൻ റൈറ്റേഴ്സ് ഉണ്ടായിരുന്നു. ഇവരൊക്കെ തന്നെ അപ്പർ കാസ്റ്റിലുള്ളവരായിരുന്നു. അത് പറയാനായിട്ടുള്ള കാരണം ഞാൻ പറഞ്ഞു ഓൾറെഡി. ഇന്ത്യയിൽ ഇംഗ്ലീഷേഴ്സ് ഇന്ത്യയിൽ വന്നപ്പോൾ അവർ ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു കാസ്റ്റ് ഓഫ് പീപ്പിൾ മാത്രമായിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷ് പഠിപ്പിക്കാനായിട്ട്. അപ്പോൾ അവർ ഹൈ ക്ലാസ് പീപ്പിളായിരുന്നു ആ ഒരു വിഭാഗം ആൾക്കാർ. അവർക്കാണ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷനും ഇംഗ്ലീഷ് കൾച്ചറൊക്കെ പകർന്നു കൊടുത്തിരുന്നത്. ഓക്കെ, ഇനി ഇപ്പോഴും പറയുകയാണെങ്കിൽ അപ്പോൾ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ മുഖേന അവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ തുടങ്ങി. ഇന്ത്യയുടെ പ്രോഗ്രസ്സിന് വേണ്ടി തന്നെയായിരുന്നു. അപ്പോൾ ധാരാളം ലിറ്ററേച്ചേഴ്സും കോൺട്രിബ്യൂഷൻസൊക്കെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം തന്നെയാണത്. ഇപ്പോഴും ഇന്ത്യയിൽ ഇംഗ്ലീഷിൻ്റെ പ്രാധാന്യത്തിന് ഒട്ടും തന്നെ കുറവില്ല, കൂടിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇന്ത്യൻ ഇംഗ്ലീഷിൽ ഇന്ത്യൻ ലിറ്ററേച്ചേഴ്സ് എഴുതാനായിട്ട് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ വലുതാണ് എന്ന് തന്നെ പറയാം. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. സോ വി മൂവ് ഓൺ ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഉപകാരപ്പെടുമല്ലോ, അതുകൊണ്ടല്ലേ നിങ്ങളിത് കാണുന്നത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എനിക്കൊരു സപ്പോർട്ടും എനിക്കൊരു ഉപകാരം ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, സോ കൈൻഡ്ലി സബ്സ്ക്രൈബ് and we continue the section. Comment on the importance of the English writings of Raja Ram Mohan Roy in the history of Indian English writings coming out of the subcontinent of India. ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ നിന്നും വരുന്ന രാജാറാം മോഹൻ റോയിയുടെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച്, ഇംഗ്ലീഷിലോട്ടുള്ള കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചിട്ടൊരു ചർച്ച നടത്താനാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം ഇന്ത്യൻ റൈറ്റിങ്സ്, അതിൻ്റെ ഹിസ്റ്ററിയെ കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ വളരെയധികം കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ളൊരു വ്യക്തിത്വമാണ് രാജാറാം മോഹൻ റോയിയുടെ. അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിനൊക്കെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ എഴുതേണ്ടത്. Rajaram Mohan Roy's English writings hold a significant place in the history of Indian English literature. His tract A Defense of Hinduism, 1817, is considered one of the earliest examples of original Indian English writing. Roy's use of English as a medium of expression was a strategic choice driven by his desire to engage with both British and Indian intelligentsia. Through his writings, he aimed to promote social reform, challenge orthodox Hindu practices, and advocate for Western education. ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ഇംഗ്ലീഷിൽ രാജാറാം മോഹൻ റോയുടെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. എടുത്തു പറയാനായിട്ട് ഡിഫൻസ് ഓഫ് ഹിന്ദുയിസം അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷനാണ്. അത് 1817 അത് പബ്ലിഷ് ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇംഗ്ലീഷിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. അതേസമയം ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വ്യക്തിയും കൂടിയാണ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യയെ സപ്പോർട്ട് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ജസ്റ്റ് എന്താ പറയുക ഒരു നേട്ടത്തിന് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം അത് ഉപയോഗിച്ചിരുന്നത്. അതേസമയം ഇന്ത്യ അദ്ദേഹം എങ്ങനെയാണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് ഒരു ഡെഡിക്കേഷൻ തന്നെയായിരുന്നു അദ്ദേഹത്തിന് ഇന്ത്യയോടുള്ളത്. കാരണം അദ്ദേഹം ഒരു സോഷ്യൽ റീഫോമറായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷ് മുഖേന അല്ലെങ്കിൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷനും അതിൻ്റെ കൾച്ചറും അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രോഗ്രസ്സിനെ കുറിച്ചിട്ട് വളരെയധികം ബോധവാൻ ആയിരുന്നു രാജാറാം മോഹൻ റോയ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് തന്നെ ഇന്ത്യയിലെ സൂപ്പർസ്റ്റിഷ്യൻസും അതുപോലെ കുറേ ഓർത്തഡോക്സ് ആയിട്ടുള്ള ചിന്തകളും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക എന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്ദേശം. Roy's contributions to Indian English literature are multifaceted. He was a bilingual writer who effortlessly switched between English and Bengali, using both languages to convey his ideas. His English prose is characterized by its
polemical tone, reflecting his growing confidence in the cause he espoused. Roy's writings demonstrate a deep understanding of various religions, including Hinduism, Islam, and Christianity, which enabled him to draw comparisons and promote reform. റോയുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം ഇംഗ്ലീഷ് ലാംഗ്വേജിൽ മാത്രമല്ല എഴുതിയിരുന്നത്, മറിച്ച് ബംഗാളിയിലും ഇംഗ്ലീഷിലും ഒരുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ് കണ്ടിന്യൂ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് അദ്ദേഹം ഷെയർ ചെയ്യുകയാണ് ചെയ്തിരുന്നത്. എന്ന് വെച്ചാൽ സോഷ്യൽ റീഫോം തന്നെയായിരുന്നു ഒരു ഉദ്ദേശം. ഓക്കെ, ഇനി അദ്ദേഹം എഴുതിയിരിക്കുന്നത് കമ്പയർ ചെയ്തിട്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 റിലീജിയൻസും കമ്പയർ ചെയ്തുകൊണ്ട് ഹിന്ദുയിസം, അതുപോലെ ക്രിസ്ത്യാനിറ്റി, ഇസ്ലാംസ്, ഇത് 3 റിലീജിയനും കമ്പയർ ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു പഠനം നടത്തി. അതിനെ ബേസായിട്ടും അദ്ദേഹം ധാരാളം കോൺട്രിബ്യൂഷൻസ് നടത്തിയിരുന്നു. One of Roy's most significant contributions was his advocacy for social reform. He fought tirelessly for the abolition of sati, a practice where a widow immolated herself on her husband's funeral pyre. His efforts led to the eventual abolition of this practice. Roy also championed the rights of women, advocating for widow remarriage and education. His writings on women's issues were pioneering, and he is often credited as one of the first Indian feminists. രാജാറാം മോഹൻ റോയ് ഒരു സോഷ്യൽ റീഫോമർ ആയിരുന്നു. അദ്ദേഹം സതി പോലെയുള്ള ധാരാളം സൂപ്പർസ്റ്റിഷൻസിന് എതിരെയായിരുന്നു. എസ്പെഷ്യലി സതി അദ്ദേഹം ഒത്തിരി ടയർലെസ്സിൽ വർക്ക് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ കുറേ എഫേർട്സ് എടുത്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രാക്ടീസ് ഇല്ലാതാക്കിയത് ഇന്ത്യയിൽ നിന്നും. നിങ്ങൾക്കറിയാം എന്താണ് സതി എന്നുള്ളത്. ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചിതയിൽ ഭാര്യ വീണ് മരിക്കുക, അല്ലെങ്കിൽ അതിലോട്ട് ചാടി മരിക്കണം എന്നൊക്കെയായിരുന്നു അന്നത്തെ വിശ്വാസം. അപ്പോൾ അതിനൊക്കെ എതിരെ നിന്നിരുന്ന ഒരു വ്യക്തിത്വമാണ് രാജാറാം മോഹൻ റോയുടേത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യത്തെ ഇന്ത്യൻ ഫെമിനിസ്റ്റായിട്ട് അദ്ദേഹത്തിനെ കണക്കാക്കുന്നുണ്ട്. അദ്ദേഹം വിമണിന് വേണ്ടി, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി ധാരാളം വർക്ക് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് അന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമണിനൊന്നും, സ്ത്രീകൾക്കൊന്നും ഒട്ടും തന്നെ എഡ്യൂക്കേഷൻ കൊടുത്തിരുന്നില്ല. പിന്നെ അവരൊക്കെ അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗം ആൾക്കാരായിരുന്നു. അപ്പോൾ അവരുടെ ഒരു റൈറ്റ്സിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്ത വ്യക്തിത്വമാണ് രാജാറാം മോഹൻ റോയുടേത്. Roy's influence on aspiring Indian English writers cannot be overstated. He paved the way for future generations of writers, including the young Bengal group who emerged on the scene after his death. This group, inspired by Roy's ideas, started an English magazine, Pantheon, which discussed contentious social issues and advocated for modern attitudes. Roy's legacy can be seen in the work of writers like Henry Louis Vivian de Rossio, who innovated a new model of English poetry through his Indian English writings. റോയ് ഒരു റീഫോമർ മാത്രമല്ല, ഒത്തിരി ഇൻസ്പിറേഷൻ നൽകുന്ന ഒരു വ്യക്തിയും കൂടിയായിരുന്നു. അങ്ങനെയാണ് യങ് ബംഗാൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടനയൊക്കെ രൂപീകരിച്ചത്. യൂത്തിൻ്റെ ആയിരുന്നു. അവർ ഇന്ത്യക്ക് വേണ്ടിയിട്ട് സോഷ്യൽ റീഫോമിന് വേണ്ടിയിട്ട് റോയിക്ക് ശേഷം വർക്ക് ചെയ്തിരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് യൂത്തായിരുന്നു. അവരുടെ ഒരു വർക്ക് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മാഗസിൻ പാന്തിയോൺ അവർ പബ്ലിഷ് ചെയ്തിരുന്നു. അതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഇതുപോലെയുള്ള ഇന്ത്യൻ സൂപ്പർസ്റ്റിഷൻസിനെയൊക്കെ കുറിച്ചിട്ടും, പ്രത്യേകിച്ച് വിമൻ്റെ റൈറ്റ്സിനൊക്കെ വേണ്ടിയിട്ട് ധാരാളം കോൺട്രിബ്യൂഷൻസ് ഈ ഒരു മാഗസിൻ മുഖേന ഉണ്ടായിട്ടുണ്ട്. അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു വ്യക്തിത്വമാണ് വിവിയാൻ ഡെറോസിയോ. അദ്ദേഹം റോയിയുടെ ഈ എഴുത്തുകൾ അദ്ദേഹത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ പോയട്രിയിലും കാണപ്പെടുന്നുണ്ട്. Roy's use of English as a medium of expression was a deliberate choice, driven by his desire to engage with a broader audience. He believed that English could be a powerful tool for social change and reform. Through his writings, Roy challenged the British colonial administration, advocating for the freedom of the press and the association of Indians in government.
His petitions against press regulations demonstrate his mastery of English prose and his ability to use the language to persuade and convince. നമുക്ക് മനസ്സിലായതുപോലെ തന്നെ റോയിയുടെ ഒരു ഇംഗ്ലീഷ് ഭാഷ യൂസ് ചെയ്തിരുന്നത് അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷ യൂസ് ചെയ്തിരുന്നത് സോഷ്യൽ റിഫോമിന് വേണ്ടിയായിരുന്നു എന്നുള്ള കാര്യം നമുക്കിപ്പോൾ വ്യക്തമായിട്ടുണ്ട്. പിന്നെ ഇന്ത്യയിലെ ഒരു പ്രോഗ്രസ്സിന് വേണ്ടിയൊക്കെ തന്നെയാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് എന്ന് പറയുന്നത് അദ്ദേഹം ധാരാളം ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു പ്രസ് റെഗുലേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് പ്രസ്സിന് വേണ്ടിയിട്ട് അദ്ദേഹം ധാരാളം ഫൈറ്റ് ചെയ്തിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം പെറ്റീഷൻസൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ മുഖേന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഇംഗ്ലീഷിലുള്ളൊരു ഫ്ലുവൻസി എന്നുവെച്ചാൽ അദ്ദേഹം പഠിച്ചെടുത്തൊരു ഭാഷയാണ് ഇംഗ്ലീഷ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫ്ലുവൻസി എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലൊക്കെ അപ്പുറം തന്നെയാണ്. അത് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവരുടെ ഭാഷ അവർക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടേതായ രീതിയിലൊക്കെ അദ്ദേഹം എഴുതി അവരെ കൺവിൻസ് ചെയ്യിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. In conclusion, Raja Ram Mohan Roy's English writings are a testament to his intellectual prowess and his commitment to social reform. His contributions to Indian English literature are significant, and his influence can be seen in the work of future generations of writers. Roy's legacy as pioneering figure in Indian English literature continues to inspire and motivate writers and scholars today. His writings remain a powerful reminder of the potential of English as a medium for social change and reform in India. രാജാറാം മോഹൻ റോയ് ഒരു പൈനിയറായിട്ടുള്ള ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. സോഷ്യൽ റീഫോമറാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പ്രോഗ്രസ്സിന് വേണ്ടി ധാരാളം വർക്ക് ചെയ്തൊരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റേത്. ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം സോഷ്യൽ റീഫോമിന് വേണ്ടിയിട്ട് ധാരാളം വർക്ക് ചെയ്തത്. പിന്നെ അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ് ഒത്തിരി ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ബംഗാളി യൂത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നും ഇംഗ്ലീഷ് ഭാഷ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറൊക്കെ എഴുതുന്ന ആൾക്കാർ ഈ രാജാറാം മോഹൻ റോയിയുടെ റൈറ്റിങ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അത് ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ അത് ഇൻസ്പയറായിട്ട് എഴുതുന്ന ഒത്തിരി വ്യക്തിത്വം ഇന്നും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ബേസ് ആയിട്ട് നമ്മൾ പഠിച്ചത്. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ തേർഡ് ക്വസ്റ്റ്യൻ. What was the nature of the influence of Raja Ram Mohan Roy's English writings on the English writings of other Indians who wrote in English in the early 19th century? 19ാം നൂറ്റാണ്ടിൽ രാജാറാം മോഹൻ റോയ് ഇംഗ്ലീഷ് റൈറ്റിങ്സ് ഇന്ത്യയിൽ നിന്നും നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ഒത്തിരി അധികം വേറെയും ഇന്ത്യൻ റൈറ്റേഴ്സ് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് എടുത്തു പറയാനായിട്ട് രാജാറാം മോഹൻ റോയുടെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ സ്വാധീനം അതിനെക്കുറിച്ച് വ്യക്തമാക്കാനായിട്ടാണ് ചോദ്യം. Raja Ram Mohan Roy's English writings had a profound influence on the English writings of other Indians in the early 19th century. His pioneering work in using English as a medium for social commentary and reform inspired a generation of writers. The Young Bengal group, a circle of students educated at Hindu College, Calgrave, were particularly influenced by Roy's ideas. They started an English magazine, Pantheon, where they discussed contentious social issues such as superstitions in Hindu society, the status of women and class disparities in India. ധാരാളം ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റേഴ്സ് മുന്നോട്ട് വന്ന ഒരു കാലഘട്ടമാണ് 19ാം നൂറ്റാണ്ട്. ഇതിലെടുത്ത് പറയാനായിട്ട് രാജാറാം മോഹൻ റോയുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം അദ്ദേഹം ഒരു സോഷ്യൽ റീഫോമറും കൂടിയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് ഇന്ത്യയെ സ്വാധീനിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അദ്ദേഹത്തിന് ഫോളോ ചെയ്തിരുന്ന ഒരു ബംഗാളി യങ് ഗ്രൂപ്പ് തന്നെ ഉണ്ടായിരുന്നു. അവർ ഒത്തിരി ഇൻസ്പയർഡ് ആയിരുന്നു ഈ രാജാറാം മോഹൻ റോയുടെ വർക്ക്സും അദ്ദേഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ. അതുകൊണ്ട് തന്നെയാണ് അവരും ഇദ്ദേഹത്തെ ഫോളോ ചെയ്തതും. അവരൊരു മാഗസിൻ സ്റ്റാർട്ട് ചെയ്തു, പാന്തിയോൺ എന്ന് പറയുന്നത്. ആ മാഗസീനിൽ കൃത്യമായിട്ട് അവർ
ഇന്ത്യൻ വിമണിന് വേണ്ടിയിട്ട് അവരുടെ അല്ലെങ്കിൽ അന്ന് നടന്നിരുന്ന ഓർത്തഡോക്സ് ചിന്താഗതികൾക്കെതിരെ വർക്ക് ചെയ്തിരുന്ന ഒരു സോഷ്യൽ ഗ്രൂപ്പായിരുന്നു ഈ യങ് ബംഗാളി ഗ്രൂപ്പ്. Roy's emphasis on social reform and his use of English as a tool for persuasion and argumentation inspired these young writers to adopt a similar approach. They saw the potential of English as a language for creative expression and social commentary, and they used it to advocate for modern attitudes and social change. Henry Louis Vivian Derosio, a prominent figure of the Young Bengal group, was heavily influenced by Roy's ideas. Derosio's own writings, particularly his poetry, reflect a similar concern with the social issues and a desire to promote reform. രാജാറാം മോഹൻ റോയുടെ വർക്ക്സ് ഇൻസ്പയർഡ് ആയിട്ടുള്ള മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പൈനിയർ ഇംഗ്ലീഷ് ഇന്ത്യൻ റൈറ്റർ തന്നെയാണ് ഡെറോസിയോ. അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിൽ രാജാറാം മോഹൻ റോയിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിൽ വ്യക്തമാണ്. ആ ഐഡിയാസൊക്കെ വിവിയാൻ്റെ റൈറ്റിങ്സിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. Roy's influence can also be seen in the way these writers approached themes that were uniquely Indian, yet presented them in a way that was accessible to a broader audience. They drew on Western literary models but adapted them to suit their own cultural context. This blending of influences helped to create a distinctively Indian English literature that was both rooted in local concerns and engaged with global ideas. മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് റോയ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള റൈറ്റിങ്സിൽ കാണാനായിട്ട് സാധിക്കും. ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ തന്നെയാണ് അദ്ദേഹം എഴുതിയിരുന്നതെങ്കിലും അദ്ദേഹം ഗ്ലോബലി ഇതെല്ലാവരിലും എത്തിച്ചേരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകമെമ്പാടും, അതായത് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു റൈറ്റിങ്സ് ആയിരിക്കരുത് ഇദ്ദേഹത്തിൻ്റേത് എന്ന് ഇദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ എഴുത്ത് എല്ലാവർക്കും വായിക്കാനായിട്ട് സാധിക്കണം എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ്. അതുകൊണ്ട് തന്നെ ഒരു വലിയ ബ്രോഡർ സെൻസിലായിരുന്നു അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നതും. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം വെസ്റ്റേൺ ലിറ്റററി മോഡൽസൊക്കെ അദ്ദേഹം അഡാപ്റ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഇന്നും ഇന്ത്യയിൽ മാത്രമല്ല മറ്റ് സ്ഥലങ്ങളിലും അതിന് പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. The nature of Roy's influence was not limited to thematic concerns, it also extended to the style and tone of writing. His use of powerful, persuasive prose set a precedent for other Indian writers who sought to use English as a tool for social commentary. Roy's ability to navigate complex cultural and linguistic contexts and to use English to convey nuanced arguments and ideas was a skill that many of his successors sought to emulate. റോയുടെ റൈറ്റിങ്സ് എന്ന് പറയുന്നത് വെറുതെ കുറച്ച് വിഷയങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒന്നല്ല. അദ്ദേഹം എഴുതിയിരുന്ന ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് അത്രയും എന്താ പറയുക, കുറച്ചും കൂടി പീക്ക് ലെവലിലായിട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റൈലും ആൻഡ് ടോൺ ഓഫ് റൈറ്റിങ്സ് വെർ റിയലി ഡിഫറെൻറ്റ് ഇൻ റൈറ്റിങ്സ്. അപ്പോൾ അത് തന്നെ ആയിരുന്നു, അതൊരു പവർഫുള്ളായിട്ടുള്ള ഒരു ടൂളായിരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ എഴുതാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. വെറുതെ സോഷ്യൽ ജസ്റ്റിസിനോ അല്ലെങ്കിൽ സോഷ്യൽ റീഫോമറായിട്ട് മാത്രം എഴുതിയ ഒരു വ്യക്തിയല്ല അദ്ദേഹം മറിച്ച് ആ ഭാഷയെ നല്ല രീതിയിൽ ഉപയോഗിച്ച് ഗ്ലോബലി അതെല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ്. ഇത് തന്നെയായിരുന്നു മറ്റുള്ള റൈറ്റേഴ്സിൽ നിന്നും ഇദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നതും. മറ്റുള്ള റൈറ്റേഴ്സ് ഇദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് ഇതുപോലെ എഴുതാനായിട്ട് ശ്രമിച്ചിട്ടുമുണ്ട്. കൺക്ലൂഡിങ് പാർട്ടിലോട്ട് വരുമ്പോൾ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ അത് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ ബ്ലോക്ക് 1 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരത് കാണുക. നല്ല രീതിയിൽ എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, സോ വി മോണ്ട് ടു ദ കൺക്ലൂഡിങ് പാർട്ട്. Rajaram Mohan Roy's English writings had a profound and lasting impact on the English writings of other Indians in the early 19th century. His emphasis on social reform, his use of English as a tool for persuasion, and his ability to blend Western and Indian influences helped to shape and direction
of Indian English literature. His legacy can be seen in the work of writers like Derosio and others who followed in his footsteps, using English to promote social change and to explore the complexities of Indian culture and society. രാജാറാം മോഹൻ റോയ് ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്ററാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് അദ്ദേഹത്തിൻ്റെ കഴിവാണ്. ബിലിംഗൽ റൈറ്റർ ആയിട്ടുള്ള അദ്ദേഹം ബംഗാളിയിലും ഇംഗ്ലീഷിലും ഒരേപോലെ തന്നെ എഴുതി. അദ്ദേഹം ജസ്റ്റ് ഒരു സോഷ്യൽ റീഫോമർ മാത്രമായിരുന്നില്ല. അദ്ദേഹം എഴുതിയിരുന്നത് സോഷ്യൽ സോഷ്യൽ ജസ്റ്റിസിനും ഈക്വാലിറ്റിക്കൊക്കെ വേണ്ടി തന്നെയായിരുന്നു. എങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാഷ എടുത്തു പറയേണ്ടതാണ്. ഇന്ത്യയിൽ മാത്രമൊന്നും ഒതുങ്ങി നിൽക്കുന്നതായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ്. ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലായിരുന്നെങ്കിൽ പോലും ഗ്ലോബലി അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ എത്തിച്ചിരുന്നു. അതിനായിട്ട് അദ്ദേഹം യൂസ് ചെയ്തിരുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ്, അതിൻ്റെ സ്റ്റൈൽ, ടോൺ എല്ലാം തന്നെ വ്യത്യസ്തമായിരുന്നു. എടുത്തു പറയാനായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് യങ് ബംഗാളി ഗ്രൂപ്പ് തന്നെ ഇദ്ദേഹത്തിനെ ഫോളോ ചെയ്തിരുന്നു സോഷ്യൽ റിഫോമിന് വേണ്ടിയിട്ടും. അതുപോലെ തന്നെ അവരും ഇതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ഫോളോ ചെയ്ത് ധാരാളം എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ എടുത്തു പറയാനായിട്ട് വിവിയൻ ഡെറോസിയോ, അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിലും രാജാറാം മോഹൻ റോയിയുടെ എഴുത്തിൻ്റെ ഒരു ചൊവ്വ കാണാനായിട്ട് സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൽ നിന്നും ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് കൺക്ലൂഡിങ് പാർട്ടിൽ കാണാനായിട്ട് സാധിക്കുക. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ സെക്ഷൻ. ഓക്കെ, അപ്പം ഞാനിവിടെ ഇത് സ്റ്റോപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് പാർട്ടുമായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം. അപ്പോൾ അടുത്ത പാർട്ട് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. സോ താങ്ക് യു ഫോർ സപ്പോർട്ടിങ് ആൻഡ് വാച്ചിങ് ദ വീഡിയോ.